എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. അല്ല ചേച്ചി, ഇതൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാ? അല്ലല്ലോ, ഇതൊക്കെ സർവൻ ചേച്ചി ഉണ്ടാക്കുന്നതാ. ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം. ചേച്ചി ഇവിടെ ബിസ്ക്കറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ, തരാട്ടോ. അല്ല ചിന്നു, നീ ഇങ്ങനെ സർവന്റ് സർവന്റ് എന്ന് പറയല്ലാതെ ആളെവിടെ? ഞാൻ ഇപ്പം വിളിക്കാം. ചേച്ചി ഒന്നിങ്ങോട്ട് വരുമോ? എന്താ മോളെ? ഒന്നുമില്ല, ഇവര് ചേച്ചിനെ ചോദിച്ച്. ഹായ് ആന്റി. ഹായ് മോളെ. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഓ ഭയങ്കര ഇഷ്ടായി. ആന്റി എനിക്ക് ബിസ്ക്കറ്റ് തരുമോ? ഓ തരാലോ. അടുക്കളയിലേക്ക് വാട്ടോ. മിട്ടുമോളെ നീ എന്താ ഫുഡ് കഴിക്കാത്തെ? എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ബിസ്ക്കറ്റ് മതി. ഈ രാവിലെ ഞാൻ കൊടുത്തോളാം. അയ്യോ ചേട്ടാ, പ്ലേറ്റ് ഒന്നും എടുക്കണ്ട, ഞാൻ എടുത്തോളാം. അതൊന്നും കുഴപ്പമില്ല. ഞാൻ എടുത്തോളാം. കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ? വിചാരിച്ചാ പറ്റൂ. ചേട്ടാ പ്ലീസ്, ഞാൻ എടുത്തോളാം. ശരി. മിട്ടുമോളെ വാ, ബിസ്ക്കറ്റ് എടുത്തുതരാം. എന്തൊരു കഷ്ടം, എനിക്ക് വിശപ്പ് മാറിയിട്ടില്ല. ഒരു 2 ബിസ്ക്കറ്റും കൂടി കിട്ടാണെങ്കിൽ കറക്റ്റ് ആയേനെ. പോയി എടുത്ത് തിന്നാലോ. ചോദിക്കാതെ എടുക്കുന്നത് മോശല്ലേ? ചിന്നി ചേച്ചിനോട് ചോദിച്ചു നോക്കാം. ചിന്നി ചേച്ചി മിട്ടുമോക്ക് തരുമല്ലോ. നീ എന്താ മിട്ടുമോളെ ഇവിടെ ചെയ്യുന്നേ? ചേച്ചി ഞാനൊരു ബിസ്ക്കറ്റ് എടുത്തോട്ടെ? അതിനെന്താ, മിട്ടുമോളെ എടുത്തോ. താങ്ക് ചേച്ചി. അവരൊക്കെ ഇവിടെ? അവരൊക്കെ റൂമിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇനി പോയെടുക്കാം. ഇവരെവിടെങ്കിലും ആയിരിക്കും. ആന്റി ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ആന്റിനോട് ചോദിച്ചു നോക്കാം. ആന്റി, ഈ ആന്റി എന്താ ചെയ്യുന്നേ? ഫുഡൊക്കെ ഉണ്ടല്ലോ കയ്യില്. വല്ലാത്തൊരു ഏർപ്പാടാ ഇത്. ഈ ആന്റി എങ്ങോട്ടാ ഫുഡൊക്കെ കൊണ്ട്? ഇനി ഒളിപ്പിച്ചു വെക്കാനെങ്ങാനാണോ? ആഹാ, ഞാനറിയാതൊരു സ്ഥലോ. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിട്ട് തന്നെ കൂടെ പോയി നോക്കാം. ഇതേതാ സ്ഥലം? ആന്റി എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അയ്യോ, ആ ഡോറ് തുറന്നു. എന്നാലും ആ ആന്റി എവിടെ പോയി? ചിന്നി ചേച്ചിനെ സമ്മതിക്കണല്ലേ? അതെന്താടാ? അല്ല, ഇത്രയും കാലം ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിന്നില്ലേ? ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ. ഇവിടെ ഉള്ള ആന്റി ഇല്ലേ, പിന്നെന്താ? എന്നാലും അച്ഛനും അമ്മയില്ലല്ലോ. നിന്നെ പണ്ട് മുതലേ ഇവരെന്നെയാണോ നോക്കുന്നത് ചിന്നു? അതെ, എനിക്ക് 7-8 വയസ്സ് മുതലേ ഇവര് തന്നെയാണ് നോക്കുന്നത്. അപ്പൊ കൊറേ വർഷമായില്ലേ? പിന്നെ ചേച്ചി, ഈ വീട്ടിൽ ഫുഡിനായിട്ട് വേറെ റൂമുണ്ടോ? അതെന്താ വിട്ടുമോളെ നീ അങ്ങനെ ചോദിച്ചേ? ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ബിസ്ക്കറ്റ് എടുക്കാൻ പോയപ്പോ ആ ആന്റി ഫുഡും കൊണ്ടൊരു റൂമിലേക്ക് പോകുന്നത് കണ്ടല്ലോ. ഏത് റൂമിലേക്ക്? ആ ഇരുട്ടുള്ള റൂമിലേക്ക്. അതേത് റൂം? ഇവള് പറയുന്നത് കേട്ടിട്ട് ആ ചേച്ചിന്റെ റൂമായിരിക്കണം. അതല്ല, വേറെ വലിയ റൂം. അതേതാ? നീ ആ ബാഗിലുള്ള റൂമാണോ പറയുന്നേ? അതെ. നിനക്കറിയാത്ത റൂമൊക്കെ ഉണ്ട് ചിന്നു ഇവിടെ? ആ റൂമിലേക്ക് അങ്ങനെ ആരും പോയില്ല. ആ റൂമിലേക്ക് പോയ ആ ചേച്ചി ചീത്ത പറയും. എനിക്കറിയില്ല, പണ്ട് മുതലേ എന്നോട് ആ റൂമിലേക്ക് പോകരുത് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഞാൻ പിന്നെ ചോദിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ ആ റൂമിന്റെ ഉള്ളിൽ എന്താണെന്നറിയാനൊരു ആഗ്രഹം എനിക്കും ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് കണ്ടുപിടിച്ചാലോ? എന്ത് കണ്ടുപിടിക്കാൻ? നമുക്ക് കണ്ടുപിടിക്കാൻ ചേട്ടാ, അതിന്റെ ഉള്ളിൽ എന്താണ്? വേണ്ടാത്ത പണിക്കൊന്നും നിക്കല്ലേ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ, രാത്രി. എന്ത് ചേട്ടാ പ്ലീസ്. മീര, നീയും അവനെ പോലെ ആവല്ലോ. എന്ത് ചേട്ടാ പ്ലീസ്. പ്ലീസ് ചേട്ടാ. പ്ലീസ് പ്ലീസ്. ശരി, ഞാൻ സമ്മതിച്ച്. പക്ഷെ ഇന്ന് പോയി ഞാൻ സമ്മതിക്കൂലേ. ഇന്ന് വേണ്ട, നാളെ മതി. ശരി, ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാ മോട്ടു.